ആലപ്പുഴയിൽ CPM-ന്റെ മുതിർന്ന നേതാവ് ജി സുധാകരനുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പാർട്ടി വിടുമെന്നും അതുപോലെ തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല, എന്നാലും ഒരു CPM-കാരനായി തുടരുമെന്നൊക്കെ. ഇപ്പോൾ പെരുമ്പളം പാലം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ ചെല്ലുമോ അല്ലെങ്കിൽ കാണില്ലേ എന്നുള്ളൊരു അഭ്യൂഹങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം കാണാൻ ചെന്നിട്ടില്ല. ജി സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന് എത്തിയിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി സന്ദർശിക്കാനും തയ്യാറായിട്ടില്ല. അപ്പോൾ എല്ലാവരും പാർട്ടി ഒന്നടങ്കം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അന്യായ നീക്കങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും തൊട്ടടുത്തെത്തിയിട്ടും മുഖ്യമന്ത്രി നേരിട്ട് എത്തിയില്ല എന്നുള്ളത് അദ്ദേഹത്തെ തള്ളിക്കളയുന്നു എന്നതിന്റെ വലിയൊരു സൂചന തന്നെയല്ലേ? അല്ല മേഘ, ഇതിലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഈ സംഗതി കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഇരിപ്പ് വശത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, പിണറായി വിജയൻ ഒരിക്കലും അദ്ദേഹത്തെ കാണാനായിട്ട് ചെല്ലില്ല. കാരണം പിണറായി വിജയൻ കാണാൻ ചെല്ലണമെന്ന് കരുതിയിരുന്നാലും ഇപ്പോൾ പിണറായി വിജയനെ നിയന്ത്രിക്കുന്നത് മറ്റൊരു ഉപജാപ സംഘമാണ്. അത് ആരാണെന്ന് ഒരുപ്പെട്ട മലയാളികൾക്കുള്ള ഒരു ഉപജാപ സംഘത്തിൻ്റെ പിടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടിയിൽ ഒരു വേള ആലപ്പുഴ പിണറായി വിജയൻ്റെ പക്ഷത്തേക്ക്, അത് ഔദ്യോഗിക പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിൽ, ഇത് VS പക്ഷത്ത് നിന്ന് ഔദ്യോഗിക പക്ഷത്തേക്ക് കൊണ്ടുചെല്ലുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച് സുധാകരൻ ഇദ്ദേഹത്തോടൊപ്പം കൂടെ നിന്ന ഒരാളാണ്. അതെല്ലാവർക്കും അറിയാം. ഒരു വേള VS-നൊപ്പം നിന്ന ഈ പറയുന്ന സുധാകരൻ ഈ പിണറായി വിജയനോടൊപ്പം പോവുകയായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അന്ന് പിണറായിക്ക് അത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യം ആലപ്പുഴയിലുണ്ടായിരുന്നു. ഇപ്പോൾ പിണറായിക്ക് ആവശ്യമില്ല. പിണറായി ഇപ്പോൾ ചക്രവർത്തിയാണ് എന്നാണ് ഈ കൂടെ നടക്കുന്ന ഉപജാപ സംഘം അദ്ദേഹത്തെ ധരിപ്പിച്ചിരിക്കുന്നത്. അതായത് മേഘ, ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഒരു എന്താ പറയുക, സഖാവ് എന്ന വിളിക്ക് കൂട്ടുകാരനെന്നാണ് അർത്ഥം. സഖാവെ എന്ന് വിളിക്കുന്നത് കൂട്ടുകാര എന്നാണ്. അപ്പോൾ അതൊക്കെ പോയി, ആ കാലമൊക്കെ പോയി. കൂട്ടുകാരനൊന്നുമല്ല. ഇപ്പോൾ MV ഗോവിന്ദൻ പിന്നെ ഈ പറയുന്ന രീതിയിൽ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ ഇത്തരത്തിൽ കളിയാക്കുമ്പോൾ MV ഗോവിന്ദൻ ഈ യൂത്ത് ഫെഡറേഷൻ, അതായത് പറയുന്ന DYFI വരുന്നതിന് മുമ്പ് ഒരു കേരള യൂത്ത് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ കറക്റ്റ് ഫുൾ ഫോം പറയുന്നത് തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക. ഇത് DYFIക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നു, ഒരു യുവജന സംഘടന. ആ യുവജന സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു, ഈ പറയുന്ന ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ജി സുധാകരൻ. സുധാകരൻ എന്ന് പറയുന്നത് ഏത് തരത്തിൽ നോക്കിയാലും CPM-ന്റെ മുതിർന്ന നേതാവ് തന്നെയാണ്. ഇപ്പൊ പാർട്ടി മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്താനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം. പക്ഷേ മുതിർന്ന പ്രായം കഴിഞ്ഞ കുറെ നേതാക്കൾ ഇപ്പോഴും CPM-ൽ തുടരുന്നുണ്ട്, ഈ പറഞ്ഞ നേതൃസ്ഥാനങ്ങളിൽ തുടരുന്നുണ്ട്. എന്നാലും എന്തുകൊണ്ടാണ് ജി സുധാകരനെ പോലെ, ആലപ്പുഴയെ സംബന്ധിച്ച് ജി സുധാകരൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറാണ്. ഒരു വലിയൊരു ശതമാനം പാർട്ടി വോട്ടുകൾ ഒപ്പമുള്ളൊരു വ്യക്തിയാണ് ജി സുധാകരൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് കൊണ്ട് തന്നെ ഇപ്പോ ഈ പറഞ്ഞ രഹസ്യമായി ഉള്ള പറച്ചിലുകളല്ല, അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്ത് തന്നെയുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ ഇത് പുറത്ത് പ്രതിഫലിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാതിരിക്കാൻ ചെല്ലുന്നു, അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിലും ഈ പറഞ്ഞ വോട്ട് മറിയാൻ, അത് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ CPM വോട്ട് ലഭിക്കാതിരിക്കാനുള്ള സാധ്യത തന്നെയല്ലേ മേഘ? തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ വോട്ട് നിശബ്ദമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ മേഘ പറഞ്ഞ പോലെ അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ ഒരു നേതാവ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് അനുഭവമുള്ള, കാരണം ഇപ്പോൾ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് കച്ചവട താല്പര്യം, അവർക്കെല്ലാം ഒരു കച്ചവട താല്പര്യത്തിൻ്റെ പുറകെ പോകുന്ന. ഇപ്പോൾ സുധാകരനെ കാണേണ്ട കാര്യമൊന്നുമില്ല. അവർ കരുതുന്നത് ഇങ്ങനെ, ഞാൻ ഇന്നലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സുധാകരൻ നിന്നാൽ 3-ാം സ്ഥാനത്തേക്ക് പോകും അമ്പലപ്പുഴയിൽ, നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ പറയും, സാർ അങ്ങനെ പറയാനായിട്ട് അല്ല, അങ്ങനെയല്ല, നിങ്ങൾ പറയുന്ന പോലെ അല്ല. സുധാകരൻ ഇപ്പോൾ വലിയ ഇമ്പാക്റ്റ് ഇല്ല, അത് മറിച്ചാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ ഒരുപാട് വേറെ പാർട്ടി സാധാരണ പ്രവർത്തകരോട് സംസാരിക്കും, ഇദ്ദേഹം ഒരു പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളൊക്കെയാണ്. പക്ഷെ അദ്ദേഹത്തോട് ഒരു സ്നേഹവും വളരെ വാസ്റ്റായിട്ട് അറിവുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ അറിവും, അദ്ദേഹം മന്ത്രി എന്ന രീതിയിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു മന്ത്രിയായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ ആ പാർട്ടി പിടിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന രീതിയിൽ അന്നൊരു ചട്ടുകമായി VS-നെ ഉപേക്ഷിച്ച് VS-നൊപ്പം നിന്ന സുധാകരനെ കൂടെ കൂട്ടിയ പിണറായി വിജയനെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇന്നിപ്പോൾ ഈ പോകുന്ന ഭരണം തീർന്നു പോകുമ്പോൾ ഭരണം തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി പിണറായി വിജയനും വലിയ താല്പര്യമൊന്നുമില്ല. കാര്യം ഇന്നലെ ഈ പാലം ഉദ്ഘാടനത്തിന് അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹം കാണാൻ ചെല്ലുമോ എന്ന ആശങ്കയൊക്കെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രകടിപ്പിച്ചു. പക്ഷെ നമ്മളൊക്കെ ഈ പറയുന്ന പോലെ ചെറുതായിട്ടെങ്കിലും ഇതൊക്കെ വീക്ഷിക്കുന്നവരായതുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞു അദ്ദേഹം ചെല്ലില്ല. കാരണം അങ്ങനെയാണ് പിണറായിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്.
പിണറായി ഇങ്ങനെ ഹൈപ്പിൽ നിൽക്കുക, പിന്നെ ഇങ്ങനെ അദ്ദേഹം ചെല്ലും. അതെ, ഇപ്പൊ വനിതാ ദിനത്തിൽ നമ്മൾ ഐഷ പോറ്റി, XMLA ആയ ഐഷ പോറ്റിയുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്റെ ചോദ്യം ഇതായിരുന്നു, പാർട്ടി വിടും എന്നുള്ള കാര്യം മുതിർന്ന നേതാക്കളെ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, മുഖ്യമന്ത്രിയോട് പോലും ഞാൻ പറഞ്ഞിരുന്നു, ഇത്തരത്തിലുള്ള അവഗണന ഞാൻ നേരിടുന്നുണ്ട്, ഇന്ന പ്രശ്നങ്ങൾ ഞാൻ നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്, നിർണായകമായ ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അവസാന ഘട്ടത്തിൽ പോലും ഒരു പറഞ്ഞ് മനസ്സിലാക്കൽ, അല്ലെങ്കിൽ ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും വീഴ്ചകൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് പരിഹരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന തരത്തിൽ പോലും ഈ പറഞ്ഞ മുതിർന്ന നേതാക്കളോ പാർട്ടിയോ അവരുടെ വിശ്വസ്തരായ നേതാക്കളെ കൂടെ നിർത്തുന്നതിൽ അവർ പരാജയപ്പെടുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഇവരുടെ എല്ലാം സമുന്നതരായ നേതാക്കൾ മറ്റു മുന്നണികളിലേക്ക് ചേക്കേറേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അല്ല മേഘ പറയുന്നതിന് മുന്നേ ഞാനത് പറയണമെന്ന് ആലോചിച്ചതാണ്. കാര്യം ഈ ഐഷ പോറ്റി എന്ന് പറയുന്ന നേതാവ്, ഞാൻ താങ്കൾ കഴിഞ്ഞ ദിവസം സംസാരിക്കാൻ പോയത് നമ്മളിവിടെ അറിഞ്ഞ വിഷയമാണ്. അപ്പോൾ എനിക്കത് പറയണമെന്ന് ഞാൻ മനസ്സിൽ ഓർത്തതാണ്. കാര്യം ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. മേഘ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞില്ലേ, ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു എന്ന്. അതാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയേക്കാൾ അതീതമായി അദ്ദേഹം ഒരു കഴിവുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവരെ ഈ സംഘടന ഒരു വല്ലാത്ത രീതിയിൽ മാനസികമായി ആദ്യം അവരെ തകർക്കും, പിന്നീട് മാറ്റി നിർത്തും, പരിപാടികളിൽ വിളിക്കാതാവും. ഇത് ഇന്നലെ താങ്കൾ സംസാരിച്ചപ്പോൾ താങ്കൾക്ക് മനസ്സിലായതല്ലേ അല്ലേ? ഇതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. ബഹുമാനപ്പെട്ട പഴയ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനോട് ഇവർ പെരുമാറി നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഐഷ പോറ്റി മാറിയെന്ന് ചോദിച്ചാൽ, ഐഷ പോറ്റിക്ക് ഈ പറയുന്ന സുധാകരനോളം അവർ ഒരു വനിതയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ പീഡനങ്ങൾ അങ്ങനെ ഒരുപാട് സഹിക്കാൻ കഴിയില്ല. അത് ഒരു വലിയ വിഷയമാണ്. സുധാകരൻ അങ്ങനെയല്ല, അയാൾ അദ്ദേഹം തീയിൽ കുരുത്ത വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള നിരന്തരം പീഡനങ്ങൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. ഐഷ പോറ്റിയുടെ കാര്യം എനിക്ക് എൻ്റെ വായിച്ചറിവുണ്ട്, എൻ്റെ കേട്ടറിവുണ്ട്. ഐഷ പോറ്റിയോട് ഈ പാർട്ടി ഭയങ്കരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അവരെ വളരെയധികം മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിക്കാനായി അവർ കൊണ്ടുവന്ന്, അങ്ങനെയല്ല അവരുടെ ചരിത്രമുള്ളത്, കൊണ്ടുവന്ന് തോൽപ്പിച്ച് ഐഷ പോറ്റി ജയിച്ചു, 1 അല്ല 2 തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ. എന്നിട്ട് ഈ മുഖ്യമന്ത്രി മിണ്ടിയില്ല എന്നൊരു വാക്ക് പറഞ്ഞില്ലേ, അതാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ചട്ടക്കൂട് എന്ന് പറയുന്നത്. ഇവർ ഈ വരട്ടുവാദവും ഇത്തരത്തിലുള്ള ചട്ടക്കൂടും, അവർക്ക് നല്ല വ്യക്തികളെ കൊണ്ട്, നമ്മൾ സുരേഷ് കുറുപ്പിനെ കുറിച്ച് അറിയാമല്ലോ, കോട്ടയത്ത് സുരേഷ് കുറുപ്പ് എന്ന് പറഞ്ഞ നേതാവിനെ കുറിച്ച് അറിയാമല്ലോ. നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് നേതാക്കൾ ഈ പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഇത്തരത്തിലുള്ള, അതങ്ങനെയാണ് ഈ പാർട്ടി ഇനി ഒരിക്കലും അങ്ങനെയൊന്നും മാറില്ല. അത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയല്ല, ഇനി വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയും തലപ്പത്തിരുന്നാലും ഇവർ ഇങ്ങനെ പെരുമാറുള്ളൂ. പിണറായി പറഞ്ഞത് നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് പോകുന്നു എന്നല്ലേ പറഞ്ഞത്. അതിലർത്ഥം നിങ്ങൾ വായിച്ചെടുക്കുക, നിങ്ങൾ പോകണമോ വേണ്ടയോ എന്ന്. ഇപ്പോൾ എന്നിട്ട് മേഴ്സിക്കുട്ടിയൊക്കെ അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വന്നല്ലോ, മേഴ്സിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ. മേഘ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ പാർട്ടി കൊണ്ട് ലാഭമുണ്ടാക്കാൻ, അതായത് ഈ പാർട്ടി കൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ ഒരുപറ്റം പേരുണ്ട്. അവരെന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും. ഇപ്പോൾ ഐഷ പോറ്റിയെ പോലെ, സുധാകരനെ പോലെ, അല്ലെങ്കിൽ കുറച്ച് വ്യക്തിത്വങ്ങൾ പാർട്ടിയെ കൊണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു പോകുന്നവർ അവർ ആ ഇതോടെ തന്നെ നിൽക്കും. അതിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മുഖ്യമന്ത്രി ആണോ എന്ന് ഈ പാർട്ടിക്കകത്തുള്ളവർ തന്നെ എന്നേ മുഖത്ത് വിരൽ വെച്ച്. അതെ, ഇപ്പോൾ ഈ പറഞ്ഞ കൊഴിഞ്ഞുപോയ നേതാക്കളാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരാണെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട്, CPM എന്ന പാർട്ടിയുടെ മൂല്യങ്ങളിൽ വലിയ രീതിയിലുള്ള മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു. കമ്മ്യൂണിസം, സോഷ്യലിസം ഇതൊന്നും പറയുന്ന പാർട്ടി അല്ല ഇപ്പോൾ CPM എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. CPI പോലും CPM-ൽ നിന്ന് അകലുന്നുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ വ്യക്തി ആരാധനയിലേക്ക് പാർട്ടിയുടെ നയങ്ങൾ പോകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. ഇപ്പോൾ CPM എന്ന് പറയുമ്പോൾ പണ്ട് ഇപ്പോൾ മുതിർന്ന ആൾക്കാർ, ഇപ്പോൾ പ്രായം ചെന്ന ആൾക്കാർ പറയുന്നൊരു മൂല്യമുണ്ടായിരുന്നു. അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നൊരു മൂല്യമുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എല്ലാം പിണറായിസത്തിലേക്കും പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള ഒരു തരത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അല്ല, അത് മേഘ ഒരു കാര്യം അത് പറയുമ്പോൾ നമ്മൾ അതുകൂടെ പറയാം. പ്രായം ചെന്നവരെ ഒരു പാർട്ടിക്കകത്ത് കേൾക്കുന്നില്ല എന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസം മമ്മൂട്ടി ചൂരൽമലയിൽ വന്ന സംഭവം നിങ്ങൾ കണ്ടല്ലോ. അദ്ദേഹത്തോടൊപ്പം അവിടുത്തെ പാർട്ടി സെക്രട്ടറി എന്ന് ഒട്ടിച്ചേർന്ന് നിന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലെ ഒരു പാർട്ടി സെക്രട്ടറി ഒന്നും ഒരിക്കലും അങ്ങനെയൊന്നും പോയി ഒരു ഈ പറയുന്ന രീതിയിൽ ഒരു താരത്തെ കണ്ടെന്നും പകിട്ട് കണ്ടെന്നും പോയി മറിഞ്ഞ് വീഴാൻ പാടില്ല. ഈ പാർട്ടിക്ക് മൂല്യങ്ങളുണ്ട്, തത്വമുണ്ട്, ആ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഓർമ്മിച്ച് വേണം ഒരു പാർട്ടി സെക്രട്ടറി പ്രവർത്തിക്കേണ്ടത്. ഇതാരാണ് ഈ പറയുന്ന ചെറുപ്പക്കാരനെ ആരാണ് പാർട്ടി സെക്രട്ടറി ആക്കിയെന്നറിയോ? മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസിൻ്റെ നോമിനിയാണ്. ഇവിടെ ആരാ നാറിയത്? മമ്മൂട്ടിയല്ല നാറിയത്. മാറി നിൽക്കുക, എന്തിനാ ഒട്ടി നിൽക്കുന്നതെന്ന് മമ്മൂട്ടി ചോദിച്ചെങ്കിൽ നാറിയത് ഈ പാർട്ടിയാണ്. അത് ഇവർ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ പാർട്ടി. ലൈം ലൈറ്റിൽ നിൽക്കുന്നവരോട് ഒട്ടി നിൽക്കാൻ പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണോ എന്ന് ഇതിനകത്ത് പ്രവർത്തിക്കുന്നവർ ചോദിച്ചു പോവുകയാണ്.
നമ്മൾ കണ്ടല്ലോ സാധാരണ ഇവിടെ എത്ര നമ്മൾ പേരൂർക്കട ഒരു വനിത, ഒരു വീട്ടുജോലിക്കാരി, ഒരു സ്ത്രീക്ക് സ്വർണം വീട്ടു ഉടമസ്ഥ സ്വർണം മാറ്റി വെച്ചിട്ട് ഓർമ്മയില്ലാതെ അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എങ്ങനെയാണ് ആ പറയുന്ന പാവം സ്ത്രീയോട് പെരുമാറിയത്? അപ്പോൾ ഇതാണ് CPM എന്ന് പറയുന്ന പാർട്ടി. CPM എന്ന് പറയുന്ന പാർട്ടി ഈ പറയുന്നതിൽ ജി സുധാകരൻ്റെ വാക്കുകൾക്കൊന്നും ഒരു വിലയും അവർ കൽപ്പിക്കേണ്ട കാര്യമില്ല. 2, നിശബ്ദമായി ആലപ്പുഴയിൽ ജി സുധാകരനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ സുധാകരന് എത്ര വിലയുണ്ട് എന്നുള്ളത് നിശബ്ദ വോട്ട് അത് തെളിവാക്കും. പിന്നെ എല്ലാം സംഭവിച്ച് അത് നമുക്ക് വെളിവാക്കുന്നതായിരിക്കും. ആ കാര്യം അങ്ങനെ നിശബ്ദ വോട്ടുകൾ മാറിപ്പോകുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പാർട്ടി അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ടാവും. എല്ലാം കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടത്തിൽ ആലപ്പുഴ ജില്ലയിൽ ജി സുധാകരനോട് പാർട്ടി എടുത്ത നിലപാട് തോൽവിക്കൊരു കാരണമായിരുന്നു എന്നുകൂടെ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. അത്രേ ഇതിൽ നമുക്കിപ്പോൾ തോന്നുന്നുള്ളൂ.